ചാനലുകളിൽ അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ആ ചർച്ചകളുടെ രൂപവും ഭാവവും നമ്മൾ കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു പൊതുവിദ്യാലയത്തിൽ യാതൊരു ചർച്ചയുമില്ലാതെ യാതൊരു പഠനവുമില്ലാതെ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നു. ആ പരിഷ്കാരം എന്ന് പറയുന്നത് ഒന്നാമത് ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെ ജനകീയ ചർച്ചകളില്ലാതെയാണ് കൊണ്ടുവന്നത്. ആ വിയോജിപ്പ് ഒരു ഭാഗത്ത്. രണ്ടാമത്തത് അതിനോടുള്ള കൾച്ചറലായ മതപരമായ സാംസ്കാരികമായിട്ടുള്ള വിയോജിപ്പുകൾ മറുഭാഗത്ത്. ഇങ്ങനെയുള്ള ഒരുപാട് വിയോജിപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ബോധവൽക്കരണം ചെയ്യുകയും ചെയ്തിട്ടും അത്തരത്തിലുള്ള എതിർസ്വരങ്ങളെ ഒന്നും പരിഗണിക്കാതെ, യാതൊരു നിലക്കും അത്തരത്തിലുള്ള വിയോജിപ്പുകളെ പരിഗണിക്കാതെ ഒരു ദിവസം പെട്ടെന്നൊരു സർക്കുലർ വഴി അത് നടപ്പിലാക്കുമ്പോൾ ഞാനതിൽ നിന്നും വിട്ടുനിൽക്കുന്നു, എൻ്റെ മകൻ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന ഒരു വിയോജിപ്പാണ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതു ഇടങ്ങളും ആ ഒരു വിയോജിപ്പിനെ ചർച്ച ചെയ്തത്? ഒരു വിയോജിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ചർച്ച വരും, മാധ്യമങ്ങൾ അത് ചർച്ചക്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, മാധ്യമങ്ങൾ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത് ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തിനെങ്കിലും എതിരായ ഒരു വിയോജിപ്പ് വന്നാൽ അതിനെക്കൂടി ചോദ്യം ചെയ്യുക എന്നുള്ളത്. തീർച്ചയായും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതും അവരെ വിചാരണ ചെയ്യുക എന്നുള്ളതൊക്കെ സംഭവിച്ചോട്ടെ. പക്ഷേ ഇത് കൊണ്ടുവന്ന ഗവൺമെൻറ്റിനോട് എന്തിനാ നിങ്ങളത് കൊണ്ടുവന്നത്? എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ആ ലക്ഷ്യം നിറവേറുമോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടോ? ജനകീയ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും നടന്നിരുന്നോ? അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള അധ്യാപക സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളോട്, അതുപോലെ തന്നെ PTA മീറ്റിങ്ങുകളിൽ ഇത് നടപ്പിലാക്കി അല്ലെങ്കിൽ അത് ചർച്ച ചെയ്തിരുന്നോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഒരു വിഷയം വരുമ്പോൾ ചോദിക്കേണ്ടതല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എവിടെയെങ്കിലും ഇത്തരമൊരു ചോദ്യം ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ കണ്ടോ? ഇല്ല. ഒരു നിലക്കും അത്തരത്തിലൊരു ചോദ്യമേ ഇല്ല. മറിച്ച് ആരാണോ ഈ വിഷയത്തെ വിമർശിച്ചു വന്നത് ആ വിമർശിച്ചവരെ ഒരു വിചാരണ കൂട്ടിൽ ഇങ്ങനെ കയറ്റി നിർത്തുക, എന്നിട്ട് അവരോട് ചോദിക്കുക. ചോദിച്ചോളൂ, കുഴപ്പമില്ല, വിമർശിച്ചവരോടും ചോദ്യങ്ങൾ ചോദിക്കാം, അവർ മറുപടി പറയട്ടെ. പക്ഷേ ഈ വിമർശിക്കപ്പെട്ട കാര്യത്തിന് അതിനെക്കുറിച്ചൊരു ക്രിറ്റിക്കലായി ഒരു അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പറയുന്നതിന് അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് വരുന്ന സംഘടനകൾക്ക് അല്ലെങ്കിൽ അത്തരക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ നോക്കുക. ഇതൊന്നുമില്ല. ഇവിടെയാണ് എത്രത്തോളം ബയാസ്ഡ് ആയിട്ടാണ് പലപ്പോഴും ഇത്തരം ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തെ പല ആംഗിളുകളിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്നാമതായി ഇപ്പോൾ ഇന്ന് ഇത് പറഞ്ഞ ബഹുമാന്യനായ TK അഷ്റഫിനെതിരെ ഒരു നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയം ഉണ്ടായി. അങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ, അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇന്നത്തെ വാർത്തയുടെ ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ. അദ്ദേഹം അവിടെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഒരുപക്ഷെ ഒരു സർക്കാർ അധ്യാപകൻ തന്നെ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനത്തിനെതിരെ ഇത്തരത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു പ്രചാരണം നടത്തി എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റ്, മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റ്, ഈ ചർച്ചകളൊക്കെ ആവർത്തിച്ച് കേട്ടൊരു കാര്യം മതസ്പർദ്ധ. ഞാൻ ചോദിക്കുകയാണ്, ഒരു പരിഷ്കാരം വന്നു, ഒരു ഡാൻസ് വന്നു, ആ ഡാൻസിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതിലെവിടെയാ സ്പർദ്ധ? ഈ ഒരു വിഷയം ഇത് ഇന്നത്തെ ന്യൂസാണ്. ഈ വിഷയം ഉണ്ടായ ദിവസം, അതായത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ന്യൂസ് ആയ ദിവസം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രതികരണം വരികയാണ്. ആ വിഷയം ഒന്ന് അറ്റ്ലീസ്റ്റ് ആ പോസ്റ്റ് മുഴുവൻ വായിച്ചു തീർക്കാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. അതിന് പോലുള്ള സമയമില്ലാതെ പെട്ടെന്നൊരു പ്രതികരണം വരികയാണ്. ആ പ്രതികരണം കേട്ടോളൂ. ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്നല്ല ഇതിനെ പറയേണ്ടത്, തീർത്തും അരോചകമായ, തീർത്തും നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് ഈ പൊതുവിദ്യാലയങ്ങളുടെ അന്തസ്സിനെ, യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രതികരണം നടത്തുന്ന തീവ്ര ചിന്താഗതിക്കാരെയെല്ലാം അകറ്റി നിർത്തുകയും അവരെയെല്ലാം ഈ പൊതുസമൂഹം തിരിച്ചറിയുകയും. അപ്പോൾ തീവ്ര ചിന്താഗതിക്കാർ കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ന്യൂസും കണ്ടു, തുടങ്ങിയ ദിവസത്തെ ന്യൂസും കണ്ടു. ഇന്ന് പറഞ്ഞ എന്താ? സ്പർദ്ധ ഉണ്ടാക്കുന്ന പോസ്റ്റ്. തുടങ്ങിയ ആ ഒരു വിഷയം എന്താണ്? എന്തിനാ ഇവർ എതിർത്തത്? എന്തിനായിരിക്കും എതിർത്തത്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ട ഒരു മണിക്കൂറെങ്കിലും. അതുപോലും ഇല്ലാതെ ഇത് തീവ്ര ചിന്താഗതിക്കാരുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ അത് ഉയർത്തിയത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. ആ നിലക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയാണ് ഇതിനോട് വിയോജിപ്പ് പറഞ്ഞത്. അപ്പോഴേക്ക് തീവ്ര ചിന്താഗതിക്കാർ,
അതുപോലെ തന്നെ പിന്നെ താലിബാനിസ്റ്റുകൾ, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകേണ്ടവർ എവിടൊക്കെ എത്തിയത്. ഇവിടെ ഉള്ളൊരു പൊതുവിദ്യാലയത്തിലുള്ള സൂംബനെ എതിർത്തത് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പിന്നെ പാകിസ്ഥാനിലും എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്നത് എന്നറിയില്ല. എന്തേ ഉണ്ടായിട്ടുള്ളൂ? ഒരു സൂംബയെ എതിർത്തു, ഒരു ആ പരിഷ്കാരത്തെ എതിർക്കുന്നതിനെ നിങ്ങൾ റിഗ്രസീവ് എന്നോ അങ്ങേയറ്റം പിന്നെ പിന്തിരിപ്പെന്നോ ഒക്കെ പറഞ്ഞോളൂ. പക്ഷേ ഈ സാധനം എങ്ങനെയാണ് മതതീവ്രവാദവും വർഗീയതയുമാകുന്നത്? മാത്രമല്ല ഇത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു പ്രക്രിയയാണ്, തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ആദ്യം വന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ ആൺ പെൺ വേർതിരിവുകളെ അപ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹിക ക്രമമുണ്ടാക്കുക. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വവർഗരതിയും അതുപോലെ തന്നെ ഫ്രീ സെക്സും അത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക. നമ്മുടെ കരിക്കുലത്തിൽ ഓൾറെഡി അത്തരം കാര്യങ്ങൾ വന്നു. സമദർശൻ എന്ന പേരിൽ സ്വവർഗരതി തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നമ്മുടെ കുട്ടികളുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ആണ് പെണ്ണ് എന്നുള്ളത് ഒരു ആർജിത പദവിയാണ് എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇങ്ങനെയുള്ള വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് LGBTQ എന്നൊക്കെ പറയുന്ന ഒരു വിഷയമാണിത്. ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ചർച്ചയെ ഒന്നും മാനിക്കാതെ, ജനകീയ ചർച്ചകളൊന്നും മാനിക്കാതെ നേരെ കരിക്കുലത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ നേരത്തെ കേട്ടത് തന്നെയാണ്, ഒന്നുകൂടി ഇതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി കേൾക്കുക. അങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റിനെ എതിർത്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് കേട്ടോളൂ. ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നൊന്നും പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും താലിബാനിസ്റ്റുകളെ സംബന്ധിച്ചും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. കണ്ടോ, ജെൻഡർ ന്യൂട്രാലിറ്റിനെ എടുത്തിടത്താൽ എന്തായി? താലിബാനിസ്റ്റായി. ബഹുമാനായ ISMന്റെ പ്രതിനിധി ഒരു ചാനൽ ചർച്ചയിൽ പോയതാണ്, മുസ്തഫ തൻവീർ. അദ്ദേഹം എന്തായി? താലിബാനിസ്റ്റായി. എന്തേ സംഭവിച്ചിട്ടുള്ളൂ? ജെൻഡർ ന്യൂട്രാലിറ്റി എതിർത്തു. ആൺ പെൺ വേർതിരിവുകളെ അപ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹിക ക്രമം അത് നല്ലതല്ല, അത് സമൂഹത്തിന് ദോഷകരമാണ് എന്ന ഒരു ബൗദ്ധികമായ ഒരു പൊസിഷൻ, ഇന്റലക്ച്വൽ പൊസിഷൻ എടുത്തതിൻ്റെ പേരിൽ, അത് ചാനലിൽ പോയി റെപ്രസെന്റ് ചെയ്തതിൻ്റെ പേരിൽ താലിബാനിസ്റ്റായി. ഇപ്പം എന്താ സംഭവിച്ചത്? അതേ കാര്യം തന്നെ. സൂംബ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ എതിർത്തപ്പോൾ അത് താലിബാനിസമായി, അതുപോലെ തന്നെ എക്സ്ട്രീമിസമായി, ഭീകരവാദമായി, മതസ്പർദ്ധയായി. ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒന്നാമതായി എല്ലാ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന എല്ലാവരോടുമായി ഞങ്ങൾ ചോദിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല, വളരെ മാന്യമായി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്തവരുണ്ട്. പക്ഷേ ചില ആളുകളെങ്കിലും മതസ്പർദ്ധ വളർത്തുന്നു, മതസ്പർദ്ധയുണ്ടാക്കുന്നു, അതിനുവേണ്ടി പറയുന്നു എന്നൊക്കെ പറയുന്ന ആളുകളോട് ബഹുമാന്യനായ കോൺഗ്രസിന്റെ ഒരു നേതാവ് അഡ്വക്കേറ്റ് അനൂപ് VR പറഞ്ഞ, ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞ വെല്ലുവിളി തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. ഇതാ ഈ വിഷയം ഒരാഴ്ചയായി കേരളീയ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ചാനലുകളിൽ പോയി ചർച്ച ചെയ്തവരുണ്ട്, പൊതുമധ്യത്തിൽ ചർച്ച ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയവരുണ്ട്. അവരിൽ ആരിലെങ്കിലും ഒരാളെങ്കിലും, ഏതെങ്കിലും ഒരാൾ, ഒരു വ്യക്തിയെങ്കിലും ഒരു വരി എന്നാ പറഞ്ഞത്, ഞങ്ങൾ ഒന്നുകൂടി കടത്തി പറയുന്നു, അരവരിയെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഒരു മതസ്പർദ്ധ ഇവിടെ വളർത്തിയതായി തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ എടുക്കും, പറയുന്ന പണിയെടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പരിഷ്കാരം വരുന്നു, സ്വാഭാവികമല്ലേ അതിനോടുള്ള വിയോജിപ്പുകൾ? ആ വിയോജിപ്പിനെ നിങ്ങൾ റിഗ്രസീവ് എന്ന് വിളിച്ചോളൂ, അപരിഷ്കൃതം എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ എവിടെയാണ് അതിൽ മതസ്പർദ്ധയുടെ എലമെന്റ്? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഹിന്ദുവാകട്ടെ ക്രൈസ്തവനാകട്ടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒരു വാക്ക് കൊണ്ടെങ്കിലും മുറിവേൽപ്പിച്ചതായി തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും, ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട, ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും, ഈ വിസ്ഡത്തിന്റെ ആകട്ടെ, സമസ്തയുടേതാകട്ടെ, മുജാഹിദ് സംഘടനകളുടേതാകട്ടെ, ഇതിനോട് പ്രതികരിച്ച എല്ലാ സംഘടനകളുടെയും എല്ലാ പ്രവർത്തകരെയും നിങ്ങൾ എടുത്തോളൂ, അവരുടെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും നിങ്ങൾ എടുത്തോളൂ. എവിടെയെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇവിടെയുള്ള ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരെയോ വ്യംഗ്യമായെങ്കിലും വേദനിപ്പിച്ച ഒരു വരി കാണിച്ചു തരാൻ പറ്റുമോ? അതുപോലും വ്യംഗ്യമായി പോലും അതില്ലാത്ത ഒരവസ്ഥയിലാണ് നിരന്തരമായി ചാനലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മതസ്പർദ്ധയുണ്ടാക്കുന്നു, വിഭാഗീയതയുണ്ടാക്കുന്നു, വർഗീയതയുണ്ടാക്കുന്നു. അതുകൊണ്ട് അത്തരക്കാരായ ആളുകൾ കുറച്ചുകൂടിയൊക്കെ മാന്യമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇവിടെ സംഭവിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. അഭിപ്രായം പറയുക എന്നുള്ളത്, ഇവരൊക്കെ ഈ പറയുന്ന ആളുകൾ, പിന്നെ ചില ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ സ്ഥിരമായി നാഴികക്ക് 40 വട്ടം
ആഴ്ചയിൽ 7 ദിവസവും ദിവസം 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം. എനിക്ക് ഇഷ്ടമില്ലെങ്കിലും നിനക്കത് പറയാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നൊക്കെ പറഞ്ഞു കണ്ട് BGM ഇടാനും സ്റ്റാറ്റസ് ഇടാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇവിടെ തനിക്കിഷ്ടമില്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെ കുതൂഹലങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം അതിൻ്റെ ഇടയ്ക്ക് കടന്നു വന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള ബഹുമാന്യനായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം വന്നു. ആ വിഷയത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഇതേ സാംസ്കാരിക നായകന്മാർ അവർ ചാനലിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു വാചകം പ്രത്യേകം മനസ്സിലാക്കുക. ഇത് ഈ വിഷയത്തിലല്ല, ആ വിഷയത്തിൽ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ വേറെ നിലപാടാണ്, ആ വിഷയത്തിൽ വേറെ നിലപാടാണ്. ആ വിഷയത്തിലുള്ള നിലപാട് ആദ്യം കേട്ടോളൂ. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയില്ല, അദ്ദേഹം കഠിനമായി അധ്വാനിക്കുമെന്നും സത്യസന്ധനാണ് എന്നും. സിസ്റ്റത്തിനനുസരിച്ചാണെങ്കിൽ ആ ഡോക്ടർ പുറത്തേക്ക് പറയാൻ പാടില്ല. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കിടന്നാണല്ലോ പ്രശ്നമായത്. അല്ല സ്മൃതി, ഇത് ജനാധിപത്യമല്ലേ? നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ ഭരണഘടന ഉറപ്പാക്കിയ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ? അപ്പോൾ അദ്ദേഹം ഇതുവരെ ഒന്നും മിണ്ടാത്ത ഒരാളല്ലേ അദ്ദേഹം. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കി, ഈ വിഷയത്തിലല്ല കേട്ടോ. ഈ വിഷയത്തിൽ ഈ ലോജിക്ക് ഒന്നും ബാധകമല്ല, ഇതൊന്നും പറയാനേ പാടില്ല. ഇത് ജനാധിപത്യമല്ലേ എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുക, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യമൊക്കെ അവിടെ മുലക്ക് വെക്കുക, അതൊന്നും ഇവിടെ പാടില്ല. അപ്പോൾ എന്നാൽ മറ്റേ വിഷയത്തിൽ ഈ ലോജിക്കല്ല കേട്ടോ, വേറെ ലോജിക്കുണ്ട്. ഇത് ഇതേ ശബ്ദത്തിൽ ഇതേ റൂമിലിരുന്നിട്ട് ഇതേ ചാനലിൽ പറയുമ്പോൾ അതിന് രസമുണ്ട്, അത് കേട്ടോളൂ. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പാർട്ടികളോ ഈ തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോൾ എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അപരാധം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല. അപരാധം എന്താ അറിയോ? മറുഭാഗത്തിന് അവരിപ്പോൾ പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ, അതുകൂടി നമ്മൾ കേൾക്കണം, ചർച്ച ചെയ്യണം. ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അപരാധം. അവിടെ അത് അപരാധവും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പുറത്തോ ഇത് ജനാധിപത്യമല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇത്തരക്കാരായ ആളുകൾ, ഞാൻ ആ വ്യക്തികളെയല്ല പറയുന്നത്, പ്രത്യേകിച്ചും അത്തരക്കാരായ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നാം അറിയാതെയെങ്കിലും അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളിലേക്ക് പോകുന്നുണ്ട് എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എത്തണം. അപ്പോൾ ഈ വിഷയം വരുമ്പോൾ എന്താ, കുറച്ച് എലമെൻറ്റുകൾ നമ്മൾ കാണാൻ, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില മുൻധാരണകൾ ഒരു വിഭാഗം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയുമ്പോൾ അവരോടുള്ള ചില മുൻധാരണകൾ, അതുപോലെ തന്നെ ചില മുസ്ലിം വിരുദ്ധതയുടെ എലമെൻറ്റുകൾ. ഞാൻ ആരെയും മുസ്ലിം വിരുദ്ധരായി ചാപ്പ കുത്തുകയൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ആ പരിപാടിയേ ഇല്ല. മറിച്ച് ഇവിടെയുള്ള സംഘപരിവാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, നിരന്തരമായി ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ നറേറ്റീവുകൾ അറിയാതെയെങ്കിലും ഇത്തരക്കാരായ ആളുകളുടെ തലയിലേക്ക് കയറിപ്പോയിട്ടുണ്ടോ, അത് അവരുടെ ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സംശയിക്കപ്പെടേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത്തരം ചർച്ചകളും ഇടപെടലുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒന്നാമത്തെ ഒരു വിഷയം, ഈ വിഷയം വന്നു സൂംബയെ എതിർക്കുന്നവരും അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളും. അത് മാത്രം എടുക്കുക, നമുക്ക് അതിൻ്റെ ആശയപരമായ വേരുകളിലേക്കൊന്നും പോകണ്ട. ലിബറലിസവും ജെൻഡർ പൊളിറ്റിക്സും അതുപോലെ തന്നെ അതിൻ്റെ ആഴത്തിലുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഇവർ ഈ പറഞ്ഞ സൂംബയിൽ തന്നെ കുടുങ്ങിന്നോട്ടെ. എന്നാലെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ ചർച്ച ചെയ്യണ്ടേ? സൂംബയെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? സൂമിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതിനപ്പുറത്തേക്ക് പലപ്പോഴും എന്താണ് നമ്മുടെ ചർച്ചകളിൽ വരുന്നൊരു കാര്യം, അവിടെ ഈ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രധാനമായിട്ടും മുസ്ലിങ്ങളാണെന്നുള്ളത് കൊണ്ട് അവരെ ആക്രമിക്കുക, ഇസ്ലാമിനെ ആക്രമിക്കുക, മുസ്ലിങ്ങളെ ആക്രമിക്കുക, സാമുദായികമായി അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുക, അവരെ കുറച്ചൊരു ഇൻ്റലക്ച്വലി ലോവർ പൊസിഷനിൽ നിൽക്കുന്നവരാണ് എന്ന രൂപത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവകരമായി ഇവരുടെ സംസാരത്തിലൂടെ ഇവരറിയാതെ ആയിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയി. ആ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പോയിട്ട് ഞങ്ങൾ കേൾക്കേണ്ടി വന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടി വന്ന ഒരു വിഷയം, നിങ്ങളിത് കേൾക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റിന് നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഒരു വിഷയം എന്താ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരെയും മനസ്സിൽ വേണ്ടത് സൂംബനെ കുറിച്ചുള്ള ചർച്ചയാണ് കേട്ടോ. എന്താ പറയുന്നത് കേട്ടോളി. ഇപ്പോൾ കേരളത്തിലൊരു വാദം എന്താണ്, വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. എന്താ ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം ഇപ്പോൾ പറയുന്നത് എന്താ, സന്താന നിയന്ത്രണം പാടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ്. അത് പാടില്ല. കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ.
ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് മുസ്ലിം പൗരോഹിത്യം നേരത്തെ ഉള്ളതാണ്, സന്താന നിയന്ത്രണം അവരെതിരാണ്. 1970-ലൊക്കെ എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ നിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനിന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പോയി. ഇതും സൂംബയും തമ്മിൽ എന്താ ബന്ധം? സന്താന നിയന്ത്രണവും സൂംബയും തമ്മിൽ എന്താ ബന്ധം? ഇരുന്ന് കേൾക്കേണ്ടി വരികയാണേ. ഇതിൽ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, സൂംബയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയിട്ട് സൂംബനെക്കുറിച്ച് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേൽ ഇടപെടും. എല്ലാവരും അല്ല, ചില ആളുകളെങ്കിലും പെട്ടെന്ന് ഇടപെട്ട് അതൊന്നും പൂർത്തിയാക്കാൻ പോലും സംഭവിക്കില്ല. ഇവിടെ സന്താന നിയന്ത്രണത്തിൻ്റെ കഥയും അത് ക്രൈസ്തവ പൗരോഹിത്യം എങ്ങനെ എടുത്തു, മുസ്ലിം പൗരോഹിത്യം എങ്ങനെ എടുത്തു, അങ്ങനെ എങ്ങനെ എല്ലാ കഥകളും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. അതിൽ ഇതിനിടയിൽ ഇത് സൂംബനെക്കുറിച്ചാണ് കേട്ടോ ചർച്ച എന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലും ഒന്ന് ഇടപെടുക, അതുമില്ല. ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇത് പറയുന്ന ബുദ്ധിജീവികളാണെങ്കിലും അവർ വലിയ രൂപത്തിലുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റികളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 20-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരാത്തതിൻ്റെ ഒരു പ്രശ്നം അവർക്ക് അവരുടെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ട്. ഇവരിപ്പോഴും സന്താന നിയന്ത്രണത്തിൻ്റെ പ്രശ്നം അതിൻ്റെ മാഹാത്മ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം ഇപ്പോൾ ഈ പോപ്പുലേഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട്, മുമ്പൊക്കെ നമ്മൾ പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് പോപ്പുലേഷൻ കൂടിയാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ, മാൽത്തൂസിൻ്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ കൊളാപ്സിനെ പറ്റിയാണ്. അതായത് പോപ്പുലേഷൻ കുറഞ്ഞു വന്ന് ആവറേജ് ഏജ് കുറഞ്ഞു വന്ന് ഒരു നരക്കുന്ന സൊസൈറ്റി ഉണ്ടായി, പ്രൊഡക്റ്റീവ് അല്ലാത്ത സൊസൈറ്റി ഉണ്ടാകുന്നു എന്നും അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തരമായി കൊണ്ട് അതിനുവേണ്ടി ഇൻസെൻറ്റീവുകൾ പോലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇയാൾ സന്താന നിയന്ത്രണത്തിൻ്റെ മഹാത്മ്യം പറയുന്നത്. അപ്ഡേറ്റഡ് ആവാത്തതിന് കുഴപ്പമായിരിക്കും, നമ്മളതിനെ കുറ്റം പറയുന്നില്ല. പക്ഷെ അതൊക്കെ എടുത്തിട്ട് സൂംബയിൽ പറയേണ്ട കാര്യമുള്ളത്. പിന്നെ വേറെ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു. ഞാനിങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കഥ കേൾക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹം കുട്ടിക്കാലത്തുള്ള കുറേ അനുഭവങ്ങളൊക്കെ പറയുന്നു. ഇതിനൊക്കെ സൂംബയായിട്ട് എന്താ ബന്ധം എനിക്കറിയില്ല. ആ കഥ നമുക്ക് കേൾക്കാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ, പെൺകുട്ടികൾക്ക്, ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ്. ഞാൻ 1962 ഞാൻ 5ാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല, എഴുത്ത് പഠിക്കൽ ഹറാമാണ്. അങ്ങനെ ഇവർ പണ്ട് ഹറാമാക്കി എന്തെല്ലാം ഹലാലായി. ഇപ്പോൾ 1985 40 കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത്. അപ്പോൾ കുട്ടിക്കാലത്തുള്ള എഴുത്തിൻ്റെ കഥയും അതുപോലെ തന്നെ മദ്രസയിലുള്ള കഥയ്ക്ക് ഇങ്ങനെ പറയാം. ഇതൊരു സൂംബേറ്റ് എന്താ ബന്ധം? സൂംബേറ്റ് ഇതും കുട്ടിക്കാലത്തെ കഥയും തമ്മിൽ എന്താ ബന്ധം? അത് ചോദിക്കാൻ പോലും ആങ്കർ തയ്യാറാവുന്നില്ല. എന്നിട്ടോ ഞങ്ങൾ തിരിച്ചു പറയാണ്, ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവിടെ ഫിഖ് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ഇവിടെ കേരളീയ പൊതുസമൂഹത്തിൽ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുസ്ലിം സമൂഹത്തിൽ അത് പഠിപ്പിച്ചത് ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോഴത്തേക്ക് ഇടപെടും. അത് പറയാൻ പാടില്ല, മറ്റേ കഥക്ക് ഇരുന്ന് കേൾക്കുക. ഇത് ഒരാൾ മാത്രമല്ല കേട്ടോ, ഒരു ചർച്ചയിൽ മാത്രമല്ല, ഇത് നിരന്തരമായിട്ട് കാണാൻ. വേറൊരു ചർച്ചയിലും ഇതേപോലെ പറഞ്ഞപ്പോൾ ഞാൻ അവസാനം ഒരു ഗതികെട്ടിട്ട് ചോദിച്ചു, ഇത് ഈ പറഞ്ഞ എഴുത്തിൻ്റെ കഥയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറയുമ്പം തിരിച്ച് ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കഥയും അതുപോലെ തന്നെ ഗെയിലിൻ്റെ കഥയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വന്നാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നുപോയി. സൂംബ വിഷയത്തിൽ പോയിട്ട് ഈ എഴുത്ത് പഠനവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ കുറേ കേട്ട് ഞാൻ അവസാനം കമ്പ്യൂട്ടർ സമരത്തിനെ കുറിച്ച് അങ്ങോട്ട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായി ഇടപെടൽ വന്നു. പൂർത്തിയാക്കട്ടെ. പിന്നെ നേരത്തെ SFIന്റെ ആള് ഇംഗ്ലീഷ് നാഗത്തിന് വിദ്യാഭ്യാസത്തിനൊക്കെ പറഞ്ഞു. ഇവിടെ കമ്പ്യൂട്ടർ സമരത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ അത് പ്രയാസാകുന്നതോട് സമയത്തിന്റെ വിഷയം കൊണ്ടാണ് ബാസിൽ ഇതിന് പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്കൂളിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനുശേഷം കുട്ടികളോട് ചോദിച്ചിരുന്നോ? നിങ്ങൾ ആ സ്കൂളുമായിട്ട് കൺസേൺ ചെയ്തിരുന്നോ? ഏതെങ്കിലും സ്കൂളിൽ ഇത് നിർബന്ധപൂർവ്വം നടത്തിയോ? പറയാമോ? പറഞ്ഞു അതല്ലാത്ത വിഷയങ്ങൾ പറയരുത്. നേരത്തെ SFI നേതാവ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തത്തിൽ കൊച്ചാക്കിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസവും ഇംഗ്ലീഷൊക്കെ പറഞ്ഞപ്പോൾ ഇടപെടാത്ത ആള് ഈ കമ്പ്യൂട്ടർ സമരവും ട്രാക്ടർ സമരവും ഗെയിൽ സമരവും ഒക്കെ പറയുമ്പോൾ ഇടപെടുന്നത് ആ ഒരു അസഹിഷ്ണുത മാറ്റുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. നേരത്തെ രാഹുൽ ഈശ്വറിനോടും അതേ അസഹിഷ്ണുത കണ്ടു. അപ്പോൾ ഈ സ്ത്രീ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെയാണ് സൂംബ ചർച്ചയിൽ. പിന്നെ വേറൊരു ചർച്ചയിൽ പോയപ്പോൾ വേറെ കഥ കേട്ടു. അത് നിക്കാഹിൻ്റെ കഥയായിരുന്നു. ആലോചിച്ച് നോക്കണം, ഗതികേട് നോക്കണം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് പോവുക, എന്നിട്ട് ആ വിഷയവുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കുറേ കഥകൾ ഇങ്ങനെ കേൾക്കുക. നിക്കാഹിൻ്റെ കഥ കേട്ടോളൂ. ഞാൻ അതിൽ ചോദിച്ചു, ഇതിൻ്റെ ഇടയിൽ ഇതും സൂംബയും തമ്മിൽ എന്താ ബന്ധം എന്നും കൂടി ചോദിക്കുന്നുണ്ട്. മാർച്ച് 8 ഞാൻ എൻ്റെ പാർട്ട്ണറും കൂടി ഞങ്ങളുടെ നിക്കാഹ് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എല്ലാ ദിവസവും എനിക്ക് ഫോൺ കോളാണെന്നേ, എല്ലാ ദിവസവും മെസ്സേജാ, എങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയുക? എന്തിനാ? അവരുടെ പെമ്മക്കൾക്ക് ആമക്കളെ പോലെ തുല്യത സമൂഹത്തിൽ ലഭിക്കാൻ അവരുടെ ആഗ്രഹമാണ്. ഈ തുല്യതക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ പിന്തിരിപ്പന്മാർ നടത്തുന്നത്. ഇതിനെതിരെ പോരാടുക എന്നുള്ളത് കേരള സമൂഹം മുഴുവനും ഈ ഗവൺമെന്റ് കൂടെയുണ്ട്. വി.ഡി. സതീശൻ എന്ത് നിലപാടെടുത്താലും
ഏതാണ് നിങ്ങളെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മനസ്സിലാക്കാൻ നിങ്ങൾ സ്ത്രീ സമത്വത്തിനെതിരാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ നിക്കാഹിന്റെ കഥ, കുട്ടിക്കാലത്തെ കഥ, അതുപോലെ തന്നെ സന്താന നിയന്ത്രണത്തിന്റെ കഥക്ക് ഇങ്ങനെ കേൾക്കുക. വിഷയമില്ലയോ? നമുക്കൊരു വിഷയമില്ലേ? എന്താ അത്? സൂംബ ലഹരിക്ക് പരിഹാരമാണോ? അല്ലെങ്കിൽ സൂംബ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമാണോ? ആ നടപ്പിലാക്കിയ രീതികൾ ശരിയാണോ? ഇതല്ലേ ചർച്ച. ഈ ചർച്ചക്കപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ബോധപൂർവമായിക്കൊള്ളണമെന്നില്ല, ഞാനങ്ങനെ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ആ രൂപത്തിലേക്കാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തകരുടെ ചർച്ചകൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു എലമെൻറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നേരെ സ്ത്രീയിലേക്ക് കളി. നേരത്തെ അത് കാണിച്ചിരുന്നു, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളൂ. എന്നിട്ടും സൂംബയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളാൻ ഇത്തരം മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? പെൺകുട്ടികൾ ശരീരം അനക്കാതെ, വീട് വിട്ടിറങ്ങാതെ, തങ്ങളുടെ ആജ്ഞപ്രകാരം മാത്രം ജീവിക്കേണ്ടവർ. അപ്പോൾ സ്ത്രീകൾ, പെൺകുട്ടികൾ, ഇതിലെവിടെ പെൺകുട്ടികളുടെ വിഷയം പ്രത്യേകമായിട്ട് വരുന്നത്? സൂംബയെ എതിർക്കുക എന്ന് പറയുന്നത് പെൺകുട്ടികൾ കളിക്കരുത് എന്നാണോ എഴുതി വെച്ചിട്ടുള്ളത്? അല്ലല്ലോ. സൂംബയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് അതിൻ്റെ കൾച്ചറൽ എലമെൻറ്റുകളോടാണ്. ആ എലമെൻറ്റുകൾ, അതിനോടുള്ള വിയോജിപ്പുകൾ അത് ആൺകുട്ടി കളിച്ചാലും പെൺകുട്ടി കളിച്ചാലും ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങളാണ് അത് ഉയർത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൽ പെൺകുട്ടികൾ വേറൊരു ചർച്ചയിലും കേട്ടു, അത് പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാം ഈ സമൂഹം അത്രയേറെ ഇസ്ലാം വിരുദ്ധമാണ്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് സ്ത്രീകൾ, കാരണം സ്ത്രീകൾക്ക് എതിരാണല്ലോ ഈ ഒരു കാര്യം, സ്ത്രീകളെ എതിരിൽ നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെതിരായിട്ട് ഇവർ സംസാരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇതിനെയും നമ്മുടെ ഇസ്ലാം വിരുദ്ധത ബൂസ്റ്റ് ചെയ്യാൻ, എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുക ചെയ്യുന്നത്. അല്ല നിങ്ങൾ സ്ത്രീകൾ കൂടി ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? എന്ത് രീതിയിലാണ് നിങ്ങൾ എതിർക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ ഒരു അറബി പാട്ട് വെച്ചിട്ട് നമുക്ക് കളിക്കാം. ഇത് താളമാണ് പ്രധാനം. അപ്പോ സ്ത്രീ വിരുദ്ധത അതിലേക്ക് വരികയാണ്. എങ്ങനെ സ്ത്രീ വിരുദ്ധത വരുന്നത്? ആൺകുട്ടി കളിച്ചാലും പെൺകുട്ടി കളിച്ചാലും വിയോജിപ്പായിട്ട് തന്നെ അവിടെ ഉണ്ട്. പിന്നെ എങ്ങനെ പെൺകുട്ടികൾ കളിക്കുമ്പോൾ മാത്രം വിയോജിപ്പ് എന്നാരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടേക്കൊക്കെ ഈ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ഈ മുൻധാരണ തള്ളിക്കയറ്റുക, അതിന് വേദിയൊരുക്കുക എന്നുള്ളതാണ്. ആൺകുട്ടികൾ കളിക്കുന്നതിനെ എതിർക്കുന്നത്. അപ്പോൾ പുരുഷവിരുദ്ധതയും കൂടി ആവുമോ? അത് ഞാൻ ചോദിച്ചു. പക്ഷേ അവിടെയൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളോ അത്തരത്തിലുള്ള ചിന്തകൾ പോലും പോകാത്ത രൂപത്തിലേക്ക് നമ്മളങ്ങനെ കുടുസായി പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ രൂപത്തിൽ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. ചില ഇടതു പ്രതിനിധികൾ, പിന്നെ ചില പാർട്ടികളുടെ ഔദ്യോഗിക പ്രതിനിധികൾ തന്നെ സംസാരിച്ചതിൽ അതവരുടെ ഔദ്യോഗിക നയമല്ലായിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസത്തോടും മുസ്ലിം വിശ്വാസത്തോടും തന്നെയുള്ള ഒരു പരിഹാസവും പുച്ഛവും അടക്കം പ്രതിഫലിച്ചു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി മതേതര പൊതുബോധം അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ മതസ്പർദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് സൂംബനെ എതിർത്തയിൽ മതസ്പർദ്ധ കൊണ്ടെന്ന് കുറേ ആൾക്കാരുണ്ടല്ലോ. അവർ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു വിയോജിപ്പ് വന്നപ്പോഴേക്ക് തങ്ങളുടെ മുസ്ലിം സമുദായത്തോട് തന്നെയുള്ള പുച്ഛ മനോഭാവം അറിയാതെ തികട്ടി വരുന്ന രൂപത്തിലേക്ക് ഇവിടെയുള്ള മെയിൻ സ്ട്രീം രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്ന വാചകങ്ങളും അവരുടെ എക്സ്പ്രഷനുകളും ഒന്ന് പഠന വിധേയമാക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ ആരും മതസ്പർദ്ധ ആരോപിക്കുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ മനസ്സൊന്ന് ശുദ്ധമാക്കാനുള്ളൊരു പ്രക്രിയയെങ്കിലും നടത്തണം എന്നുള്ളതാണ്. സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയപ്പോൾ ഒരു ഇടത് പ്രതിനിധി ചോദിച്ചൊരു കാര്യം, നിങ്ങളുടെ ഖുർആനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് പറയ്. ആ പുച്ഛം നോക്കണം, ആ പരിഹാസം നോക്കണം. ഇത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന സമസ്തയാകട്ടെ, മുജാഹിദ് സംഘടനകളാകട്ടെ, ഏതെങ്കിലും സംഘടനയല്ല. മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഇടയിൽ കയറിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അത്ര ക്ലിയർ ആയിരിക്കില്ല, പക്ഷെ എന്നാലും കേട്ടോളൂ. ഇവിടെ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് വിഷയം. ആ വിഷയത്തിൽ അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ വേണ്ട, മാറി നിൽക്കട്ടെ. ഈ അരുൺകുമാർ, ഒരു മിനിറ്റ് സ്മൃതി, ഈ അരുൺകുമാർ കുറെ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർആാനിനെയും ഹദീസിനെയൊക്കെ കളിയാ. ഇങ്ങനെ ഒരു സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, അതിനോടുള്ള ഒരു വിയോജിപ്പിനെ എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു വിശ്വാസത്തോടുള്ള പരിഹാസവും പുച്ഛവും
അത് വരുന്നത് അതത്ര നല്ലതാണോ എന്നുള്ളത് അത്രക്കാരായ ആളുകൾ ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രമായി വന്നിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടമെങ്കിലും പക്ഷേ തെളിവുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയല്ല. മറിച്ച് ഒരേ ദിവസം ഒരേ സമയത്ത് നടക്കുന്ന ചർച്ചയിൽ രണ്ടാളുകൾ ഒരേ സമയത്ത് ഇതേ വാദം പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കോർഡിനേഷൻ നടന്നിട്ടുണ്ടാവുമോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂല. ഇതേ ദിവസം ഇതേ വിഷയത്തിൽ നടന്ന ചർച്ചയിൽ മറ്റൊരു പ്രതിനിധി ഇതേ കാര്യം കുറച്ചും കൂടി വൃത്തികെട്ട രൂപത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. പക്ഷേ സ്കൂളിൽ വെച്ചിട്ട് പന്നി ദൈവമാണെന്നും ഭൂമി പരന്നിട്ട് പഠിപ്പിക്കണം എന്നും പറഞ്ഞാൽ അത് നടപ്പില്ല, ഒരു കാരണവശാലും നടപ്പില്ല. ഖുർആനിൽ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു എന്ന ഒരു ക്യാപ്സൂളും കൊണ്ട് ഒരേ സമയത്ത് ഒന്നിലധികം ആളുകൾ ചാനലുകളിൽ പോയിട്ട് വിശ്വാസത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളോട് ഞങ്ങൾ പറയുന്നു, ഇന്റലക്ച്വലി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട്, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, തഫ്സീറുകൾ വെച്ചുകൊണ്ട് ഭൂമി ഖുർആനിൽ ഉരുണ്ടതോ പരന്നതോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള മുൻധാരണകൾ വെച്ചിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ വന്നിട്ട് പുച്ഛവും പരിഹാസവും വിതറുമ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹം വിലയിരുത്തും എന്ന് മാത്രമാണ് പറയാനുള്ളത്. പൊതുസമൂഹം വിലയിരുത്തും അത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് നെറേറ്റീവുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന എന്താ സൂംബ എന്ന് പറയുന്നത് ലഹരിക്കെതിരെ ഒരു പരിഹാരമല്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്, ലഹരിക്കെതിരെ പരിഹാരമല്ല, അതിനോട് മതപരമായ വിയോജിപ്പുകളുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നതിന് അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ലഹരിക്ക് വേണ്ടി വാദിക്കുന്നു എന്നാണോ? ഒരു ചാനലിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് നമ്മളിത് കൊണ്ടുവരുന്നതെന്നാണ്. ലഹരിക്കെതിരെ നിങ്ങളുടെ ഒരു പരിപാടി പറയാമോ ഡോക്ടർ അബ്ദുൽ ബാസിൽ? ഞാൻ നേരത്തെയും ചോദിച്ചു, സ്കൂൾ കുട്ടികൾ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ ഒരു പരിപാടി പറയാമോ? അല്ല, ഞാൻ പറയട്ടെ. ഈ തുരങ്കം വയ്ക്കലല്ലാതെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? അപ്പോൾ അതിൽ കൂടുതൽ വിശദീകരിക്കുന്നത് ലഹരിക്കെതിരായ പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് നിങ്ങൾ ലഹരിക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെയാണ് വെല്ലുവിളി. നമ്മൾ പറഞ്ഞു ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണ വേണം. മുസ്ലിങ്ങളെ ആ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണല്ലോ ചോദിക്കുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് മദ്യനിരോധനം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളാക്കിയ ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക സമൂഹമാണ് എന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സധൈര്യം പറയാൻ സാധിക്കുന്ന ഒരു വിശ്വാസികളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇനി വിസ്ഡത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. 30,000-ഓളം വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ എന്ന് പ്രഖ്യാപിച്ച, അങ്ങനെ കേവലം ഒരു പാട്ടിലൊതുക്കുകയല്ല, മറിച്ച് നിരന്തരമായ ബോധവൽക്കരണങ്ങളിലൂടെ കലാലയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ക്യാമ്പസ് ഡിബേറ്റുകൾ നടത്തിക്കൊണ്ട് സ്ട്രീറ്റ് ലോഗുകൾ നടത്തിക്കൊണ്ട് ലഹരിക്കെതിരെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഏതുവരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി വിളിച്ച മീറ്റിങ്ങിൽ പോയി കൃത്യമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ലഹരിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സർക്കാരിന് ഒരു ഡോക്യുമെന്റ് സമർപ്പിച്ചവരാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വിശ്വാസികളെ മൊത്തത്തിലാണെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് ഈ പുച്ഛവും പരിഹാസവും വാരി വിതറുമ്പോൾ നിങ്ങളുടെ മുൻധാരണയാണ് അവിടെ പ്രതിഫലിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വേണം. അത് ആളുകൾ വിലയിരുത്തും. ഇത് മാത്രമാണ് പറയാനുള്ളത്. പിന്നുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ചിന്താഗതിയുടെ ഭാഗമായി തന്നെയാണ് മുസ്ലിങ്ങൾ. അവരൊരു ഇൻ്റലക്ച്വലി ഇൻഫീരിയറായ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് ഈ സാംബയും സൂംബയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഭയങ്കര ഇൻ്റലക്ച്വൽസും ഭയങ്കര മാധ്യമ ധാർമ്മികതയും മീഡിയ എത്തിക്സും ഒക്കെ നിരന്തരം പ്രഘോഷിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അവർക്ക് ഈ സാംബയും സൂംബയൊക്കെ സ്പെല്ലിങ് തെറ്റിപ്പോയതായിരിക്കാം. വലിയ ആർഗ്യുമെൻ്റായിട്ട് പറയാൻ ഒരു ചർച്ചക്കടയിൽ ഞാൻ ചോദിച്ചു, ശരിക്കും ഈ പറയുന്ന ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം ഈ സാംബയും സൂംബയും മാറിപ്പോയി എന്നുള്ള പരിഹാസം മാറ്റി വെച്ചിട്ട് ഇനി ഈ സാംബ തന്നെയാണെങ്കിൽ എന്താ പ്രശ്നം? സാംബ ആണെങ്കിൽ എന്താ പ്രശ്നം ഞാൻ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടിയും കേട്ടുള്ളൂ. പിന്നെ സാമ്പക്ക് എന്താ കുഴപ്പം? സാമ്പ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ആ സാമ്പെന്തോ മോശമാണോ? സാമ്പക്ക് പ്രശ്നമുണ്ടോ? സ്മൃതിയുടെയും എനിക്ക് ഒന്നും പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ച് സൂംബയും സാംബയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അരുൺകുമാർ. എനിക്കിത് രണ്ടും പ്രശ്നമല്ല. സാമ്പയായിരിക്കും എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്കൂള് ഒന്നും പ്രശ്നമാവില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം വിഷയമല്ല. കാരണം നിങ്ങൾ അരുൺകുമാറിന് പ്രശ്നമുണ്ടോ? അരുൺകുമാറിന് സാമ്പ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഔദ്യോഗിക എനിക്കൊന്നും പ്രശ്നമില്ല. ഇതിനൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ.
ഇതൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, ഇതൊക്കെ പഠിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്നത് കേട്ടാത്തൊന്നും ഇപ്പൊ സാമ്പി സൂമ്പി മാറിപ്പോയതാണോ? ഈ മാറിപ്പോയതാണെന്ന് വിചാരിക്കുക. സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം? ഇവരുടെ ലോകവീക്ഷണ പ്രകാരം സാമ്പയാണെങ്കിൽ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല. അപ്പം ഞാൻ പറയുന്നത് ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഇവരുടെ ഈ മുസ്ലിം സമൂഹത്തോടുള്ള സമുദായത്തോടുള്ള ആ ചിന്താഗതി ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇവർക്ക് അതൊന്നും മനസ്സിലാവാത്ത, ഒരു സ്പെല്ലിങ് പോലും തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു സ്പെല്ലിങ് തെറ്റിയിട്ട് വിവാദം ഉണ്ടാക്കുന്ന ടൈപ്പ് അത്രേ ഉള്ളൂ എന്ന ആ ഒരു വരേണ്യത വളരെ കൃത്യമായി കൊണ്ട് വാചകങ്ങളിൽ നിയലിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, ഈ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇവർ പൊതുവെ ഈ സൂമ്പ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ സാമ്പയിൽ കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ശരീരം പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാമ്പ പ്രശ്നമാണ് എന്ന പൊതുബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ കാര്യം പറയുന്നത്. പക്ഷേ അവരോട് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചു, ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ധാർമ്മികത പ്രകാരം, നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ പ്രകാരം സാമ്പ പ്രശ്നമാകുമോ? ഒരിക്കലും പ്രശ്നമാവാൻ പറ്റൂല. ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, സാമ്പയും പ്രശ്നമല്ല. കാരണം എന്താ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ധാർമ്മികത, സംസ്കാരം ഇങ്ങനെയുള്ള പറഞ്ഞൊരു സംഭവം ഇല്ല. സദാചാരം പടിക്ക് പുറത്ത് എന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്ലെക്സ് ബോർഡ് ഉയർന്ന നാടാണല്ലോ ഇത്. അത്തരക്കാരായ ആളുകളോടാണല്ലോ നമ്മൾ ഇത് ചോദിക്കുന്നത്. സദാചാരം എന്ന് പറയുന്നത്, നല്ല നടപ്പ് എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത് ഒരു അശ്ലീലമായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പയാണെങ്കിലും സൂമ്പയാണെങ്കിലും അവർക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുക എന്നതാണ് അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. ഹാം പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്തും ചെയ്യാന്ന് പറയുന്നവർക്ക് സാമ്പയും സൂമ്പയും ഇനി അതിനപ്പുറത്തുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതും കളിക്കുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ ജെന്യൂൻ ആയിട്ടാണ് അവർ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല. ഇനി വേറൊന്നുകൂടി ചിന്തിക്കുക, ഇനി സാമ്പ വന്നാൽ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കുറച്ചും കൂടിയൊക്കെ പുരോഗമനം മുന്നോട്ട് പോയതിനു ശേഷം സാമ്പ വന്നാൽ നമ്മളിതുപോലെ എന്ത് ചെയ്യും? ധാർമ്മികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സംസ്കാരത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ അതിനെതിരെ രംഗത്ത് വരും. ഞാനും എൻ്റെ മകനും പങ്കെടുക്കൂല എന്ന് പറയും. അതിനെതിരെ പോസ്റ്റ് ഇടും, അതിനെതിരെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കും. അന്നും ഇവർ ചോദിക്കെന്തായിരിക്കും? ഇതേ ചോദ്യം തന്നെ ആയിരിക്കും, നിങ്ങൾക്കൊരു പുരോഗമനം വരുമ്പോഴേക്ക് എന്താണ് പ്രശ്നം? സാമ്പക്ക് എന്താ കുഴപ്പം? ആ ചോദ്യങ്ങൾ, സാമ്പ എന്ന് പറയുന്നത് ശരീരത്തിൽ ഇളക്കങ്ങൾ ഉണ്ടാക്കില്ലേ, ശരീരത്തിൽ ഇളക്കം ഉണ്ടാക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ചോദ്യങ്ങൾ വരും. ഇനി അതിനപ്പുറത്തേക്കുള്ള അശ്ലീലം വല്ലതും ഉണ്ടെങ്കിൽ അതിനും ഇവർക്ക് ഇതുപോലെ ന്യായം ഉണ്ടാവും. പക്ഷേ പൊതുജനത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇവരുടെ ഈ പിടിയില്ലാത്ത ധാർമ്മികതയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പയും വരും, അതിനപ്പുറവും വരും. പക്ഷേ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് പിടിച്ചാൽ കിട്ടുന്നതായിരിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി ഈ പോരാട്ടം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് കേവലം ഒരു സൂമ്പയിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. കേവലം സൂമ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനോട് മാത്രമുള്ള വിയോജിപ്പല്ല ഇത്. നാളെ സാമ്പ കൊണ്ടുവന്നാലും, നാളെ വേറെ ഏത് അശ്ലീലം കൊണ്ടുവന്നാലും, DJ പാർട്ടികൾ കൊണ്ടുവന്നാലും, തുണിയില്ലാത്ത ആട്ടങ്ങൾ കൊണ്ടുവന്നാലും എതിർത്താൽ ഇവർ നാളെയും ഇന്ന് സൂമ്പയുടെ വിഷയത്തിൽ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളുമായിട്ട് വരും. എതിർത്തവരെ താലിബാനികളാക്കും, എതിർത്തവരെ മതമൗലികവാദികളാക്കും, എതിർത്തവരെ ഭീകരവാദികളാക്കും. പോസ്റ്റ് എന്താന്ന് പോലും നോക്കാതെ അത് എക്സ്ട്രീമിസ്റ്റുകളായ ആളുകൾ പറയുന്നതാണെന്ന് പറയും. എതിർത്ത ആളുകൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്ന് പറയും. അന്ന് എതിർക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കേവലമായിട്ടുള്ള സൂമ്പയിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഇത് ഈ ആശയത്തിൽ നിന്നും അതിൻ്റെ ഇമ്പോസിഷൻ, അത് കൾച്ചറലി ഇമ്പോസ് ചെയ്യുന്നൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയത്തിൽ ഞങ്ങൾ അന്നു മുതൽ ഇന്ന് വരേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഏതെങ്കിലും പ്രസ്താവനകളിൽ മയങ്ങിപ്പോകരുത്. ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കില്ല പ്രസ്താവന എന്നതോടുകൂടി നമ്മളെല്ലാവരും സമാധാനപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആണോ പെണ്ണോ എന്നുള്ളത് ആർജിച്ചെടുക്കുന്നതാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾ സ്കൂളിൽ ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമദർശൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പറഞ്ഞ സ്വവർഗരതി പോലെയുള്ള അങ്ങേയറ്റം വൃത്തികെട്ട കാര്യങ്ങൾ, അത് കുഴപ്പമില്ല, തെറ്റല്ലാന്ന്. ധാർമ്മികതയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ലിബറൽ ധാർമ്മികത കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വവർഗരതി തെറ്റല്ല എന്ന് NSS ക്യാമ്പുകളിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒതുക്കിയിട്ട് അതിൽ പ്രതികരിക്കേണ്ടിയിരുന്നില്ല, ഇതിൽ ഇങ്ങനെ പ്രതികരിച്ചാൽ മതി. ആയിക്കോട്ടെ, പ്രതികരിക്കുന്നതിൻ്റെ അവധാനതയും അതിൻ്റെ രൂപവും ഒക്കെ നമുക്ക് ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനെ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വര എങ്ങോട്ടും നീണ്ടുപോകാമെന്ന് മാത്രം മനസ്സിലാക്കുക. സൂംബയെ എതിർക്കാൻ പറ്റൂലെങ്കിൽ അതേ ലോജിക്ക് ഉപയോഗിച്ച് സാംബയെയും എതിർക്കാൻ പറ്റൂല. അതേ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വൃത്തികേടിനെയും എതിർക്കാൻ സാധ്യമല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഗൗരവം കേവലമായ ഒരു നൃത്തരൂപത്തോടുള്ള വിയോജിപ്പ് എന്നതിനപ്പുറത്ത് ഒരു കൾച്ചറൽ ഫാസിസത്തോടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി രക്ഷിതാക്കൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. PTA മീറ്റിങ്ങുകൾ പൊതുവെ പറയുന്നത് പോലെ മാർക്കിൽ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിൽ ഒപ്പിട്ട് തിരിച്ചു വരാനുള്ളതല്ല. കൃത്യമായി ശബ്ദമുയർത്തേണ്ടടുത്ത് ഉയർത്താൻ, വിയോജിപ്പുകൾ പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.